ഒരു വ്യക്തി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം വെക്കേണ്ടത് ആരോടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ മാതാവിനോടാണ്, ഉമ്മയോടാണ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ യാ റസൂലല്ലാഹ്, നബിയെ പിന്നെ ആരോടാണ്? രണ്ടാമത്തെ വ്യക്തിയെ റസൂലുള്ളാഹ് പറയുമെന്ന് കരുതി കാത് കൂർപ്പിച്ചുകൊണ്ട് സ്വഹാബത്ത് നിലകൊള്ളുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ യാ റസൂലല്ലാഹ്, മൂന്നാമത് ആരോടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമത് ചോദിക്കുന്നു, സുമ്മമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് ഹബീബേ? പറയൂ, ഇനി ആരോടാണ് ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂക, പിതാവിനോടാണ്. മൂന്ന് പ്രാവശ്യം ആരെ പറഞ്ഞു? ഉമ്മയെ പറഞ്ഞു. ഉമ്മയെ ശ്രദ്ധിക്കണേ. എന്താ മൂന്ന് വട്ടം അങ്ങനെ മാറ്റി പറഞ്ഞു? ഉമ്മയെ തന്നെ പറഞ്ഞത് എന്താ? അതിന് കാരണം ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. 3 കാര്യം.